മറ്റൊരു ഫോം ഓഫ് ഓർഗനൈസേഷനാണ് കമ്പനി. അതായത് 1956 നമ്മൾ കമ്പനീസ് ആക്ട് ഉണ്ടായത്, അല്ലയോ? അപ്പൊ കമ്പനി എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. കമ്പനി എന്ന് പറയുമ്പം എത്ര തരത്തിലുണ്ട്? രജിസ്റ്റേർഡ് കമ്പനിയുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയുണ്ട്, ചാർട്ടേഡ് കമ്പനിയുണ്ട്. ഇങ്ങനെ നമുക്കതെല്ലാം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബേസിക് ടേംസിലേക്ക് എത്തത്തില്ല. നമുക്ക് അതുമായി ബന്ധപ്പെട്ട, അതായത് പാർട്ണർഷിപ്പിനെ പറ്റിയും കമ്പനിയെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന നമുക്കൊരു ക്ലാസ് നമ്മൾ ഉടനെ തന്നെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് പാർട്ണർഷിപ്പ് എന്താണെന്നും അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളും, കമ്പനി എന്താണെന്നും എത്ര തരത്തിലുള്ള കമ്പനി ഉണ്ടെന്നും 1956 കമ്പനീസ് ആക്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും, പിന്നീട് കമ്പനീസ് ആക്ട് 2013 അതായത് വലിയൊരു അമെൻമെന്റ് കൊടുത്ത് 1956 കമ്പനീസ് ആക്ടിന് വലിയൊരു അമെൻമെന്റ് കൊടുത്തതിന്റെ ഫലമായി 2013 കൊടുത്തു. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പറയുന്നത് കമ്പനീസ് ആക്ട് 2013 എന്നാ. അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് കാണുക.